കൊന്നിച്ചു മിനസാൻ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഞാൻ നിങ്ങളുടെ സ്വന്തം എക്സ്ട്രാ കോമിക്സ്. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് സോളോ ലെവലിംഗ് റാഗ്നറോക്കിൻ്റെ സീസൺ 2 എപ്പിസോഡ് 2 ആണ്. ഗൈസ്, പണ്ടത്തെ പോലെയല്ല. നേരത്തെ എന്ന് പറയുന്നിടത്ത് സീസൺ 1 ഓൾമോസ്റ്റ് എല്ലാ എപ്പിസോഡും ഇറങ്ങിക്കഴിഞ്ഞതായിരുന്നു. ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള താമസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ സീസൺ 2 കാര്യത്തിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. ഇത് വീക്ക്ലി ഇറങ്ങുന്ന ഒരു സീരീസാണ്. അതായത് ഓരോ വീക്കിലും ഓരോ ചാപ്റ്റർ വെച്ചാണ് റിലീസ് ആകാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ വീക്കിലി ഒരു എപ്പിസോഡ് മാത്രമേ നമുക്ക് റിലീസ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. സോ നിങ്ങളുടെ പേഷ്യൻസും അതേപോലെ തന്നെ സപ്പോർട്ടും എനിക്ക് ഈ ഒരു സീരീസിന് ആവശ്യമുണ്ട്. സോ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സോളോ ലെവലിങ്ങിൻ്റെ ഇതിനു മുമ്പിട്ട് എല്ലാ വീഡിയോസും കണ്ടിട്ട് മാത്രം ഈ ഒരു വീഡിയോ കാണുക. അതുകൊണ്ട് തന്നെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും പിന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിന് പുതിയതായിട്ട് വന്നുള്ള ആ ഒരു ഹൈപ്പ് ബട്ടൺ അമർത്താനും മറക്കണ്ട. നിങ്ങൾ ഹൈപ്പ് ചെയ്താൽ അതെന്നെ സപ്പോർട്ട് ചെയ്യുന്നു എന്നാണ് അർത്ഥം. സോ ഇപ്പം തന്നെ ചെയ്തേക്ക്. അങ്ങനെ എപ്പിസോഡ് തുടങ്ങാൻ നേരത്ത് ഒരു ഫ്ലാഷ് ബാക്കിൽ നിന്നാണ് പോകുന്നത്. നമ്മുടെ സുഖമായിട്ട് ഒരു കുളത്തിൻ്റെ സൈഡിൽ നിൽപ്പുണ്ടായിരുന്നു. അവൻ ചോദിക്കുന്നുണ്ട്, അപ്പൂപ്പൻ്റെ ശരീരത്തിൽ എന്താണ് ഇത്രയധികം പാടുകളുള്ളത്? ഓ, ഇതൊക്കെയോ? എടാ, ഇതൊന്നും പാടുകളല്ല, പകരം ഇതെല്ലാം എനിക്ക് കിട്ടിയ മെഡൽസാണ്. ഇതെന്ന് പറയുന്നത് ഒരു കൊച്ചിനെ ഞാൻ ഒരു കത്തുന്ന ബിൽഡിങ്ങിൽ നിന്ന് രക്ഷപ്പെടുത്തിയപ്പോൾ കിട്ടിയതാണ്. ആൻഡ് ഇതെന്ന് പറയുന്നത് ഒരു കള്ളുകൂടിയനെ ഞാൻ തോൽപ്പിച്ചപ്പോൾ കിട്ടിയതാണ്. ആൻഡ് ഇതെന്ന് പറയുന്നത് അങ്ങനെ പുള്ളിക്കാരൻ പലതും പറയുന്നുണ്ട്. ഈ സമയത്ത് സുഹി ചോദിക്കുന്നുണ്ട്, അല്ല പൂപ്പ, താങ്കൾ എന്തിനാണ് എല്ലാവരും രക്ഷിക്കാനായിട്ട് ഇത്രയധികം പോകുന്നത്? എടാ, അതെനിക്ക് പറഞ്ഞൂടാ. ശരിയാണ്, എനിക്കും പേടിയുണ്ട്, എൻ്റെ ശരീരം വേദനിക്കുമോ, എനിക്ക് എന്തെങ്കിലും പറ്റുമോ എന്നൊക്കെ. പക്ഷേ സംഭവം എന്താണെന്ന് വെച്ചാൽ ആവശ്യമുള്ള ഒരാളെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ ചിന്തിക്കുന്നതിന് മുമ്പ് തന്നെ പ്രവർത്തിച്ചു പോകും. അതെൻ്റെ ഒരു പ്രശ്നമാണ്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ സുഹുവിനെയാണ്. സുഹു കൃത്യമായി പറയുന്നുണ്ട്, നിങ്ങൾക്ക് 2 ചോയ്സാണ് ഞാൻ തരുന്നത്. ഒന്നെങ്കിൽ മര്യാദക്ക് കീഴടങ്ങാം, അല്ലെങ്കിൽ ഇവിടെ കിടന്ന് തന്നെ മരിക്കാം. ഈ ടൈമിൽ ഒരുത്തൻ ചോദിക്കുന്നുണ്ട്, നീ ഇപ്പോൾ അവൻ ചെയ്ത കിക്ക് നിനക്ക് കാണാൻ സാധിച്ചോ? ഇല്ല, അവനൊരു ഹൈ റാങ്കർ ആകാനായിരിക്കും ചാൻസ് ഉള്ളത്. ഹൈ റാങ്കർ ആണെങ്കിൽ നമുക്കെന്താ, നീയൊക്കെ മറന്നോ, നമ്മുടെ കയ്യിൽ സ്റ്റാക്ക് ഫ്രാഗ്മെൻറ്റ്സ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവൻ നേരെ അതെടുത്ത് കടിക്കുന്നുണ്ട്. അടുത്ത സെക്കൻഡ് തന്നെ എല്ലാവരും ആ സ്റ്റാക്ക് ഫ്രാഗ്മെൻറ്റ് കഴിച്ച് അവരുടെ പവറൊക്കെ ഇൻക്രീസ് ആയിട്ടുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, കണ്ട ഇപ്പം എൻ്റെ ശരീരത്തിലുള്ള സ്ട്രെങ്ത് കണ്ട, ഇനി എ റാങ്കറല്ല, എനിക്ക് തോന്നുന്നു ഒരു എസ് റാങ്കിന് വരെ എനിക്ക് ഡിഫീറ്റ് ചെയ്യാൻ പറ്റുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവന്മാർ കിടന്ന് കാറാൻ തുടങ്ങും. ഈ സമയത്ത് സുഹോ പറയുന്നുണ്ട്, സോ മര്യാദക്ക് നീ ഒന്നും കീഴടങ്ങുന്നില്ലല്ലേ? ഈ സമയത്ത് സുഹോ പെട്ടെന്ന് ഞെട്ടിപ്പോകുവാണ്. കാര്യം അവൻ്റെ പുറകിൽ ലീ മീൻ ഉണ്ടായിരുന്നു. അവൻ ചോദിക്കുന്നുണ്ട്, നീ എന്തിനാണ് ഇപ്പോഴും അവരോട് ആ ചോദ്യം ചോദിച്ചത്? അവർ ഓൾറെഡി സ്റ്റാർ ഫ്രാഗ്മെന്റ് കഴിച്ചു കഴിഞ്ഞു. അതിനർത്ഥം നീയുമായിട്ട് ഫൈറ്റ് ചെയ്യാനായിട്ട് അവർ തീരുമാനിച്ചു എന്നല്ലേ? നീ ഒന്ന് ആലോചിച്ച്, നീ ഹെസിറ്റേറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ എത്രത്തോളം ഇന്നസെൻ്റ് ആയുള്ള ആൾക്കാരായിരിക്കും മരിക്കാൻ പോകുന്നത്. ഇവന്മാരുടെ കൈ കൊണ്ട് എത്ര പേരാണ് ഓൾറെഡി മരിച്ചു കഴിഞ്ഞത്? നിന്റെ ഈ കുട്ടിത്വം കൊണ്ട് നിനക്കിവിടെ ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കുന്നതല്ല. ശരിയാണ്, നിന്റെ ജോബൊക്കെ മാറിയിട്ടുണ്ട്, പക്ഷേ നീ ഇപ്പോഴും ഒരു റൊക്കിയാണ്. നിന്റെ ഉള്ളിൽ നീ ഇപ്പോഴും ഒരു റൊക്കി തന്നെയാണ്. വേണമെങ്കിൽ നീ ഒന്നുകൂടെ ട്രൈ ചെയ്. നീ നേരത്തെ എന്നെ കൊന്ന പോലെ എൻ്റെ ശരീരത്ത് ഒരു ദ്വാരം കൂടിയിട്ട് നീ ട്രൈ ചെയ്തു നോക്ക്. കണ്ടില്ലേ, നീ ഇപ്പോഴും ഇങ്ങനെ തന്നെയാണെന്ന് പറയാൻ നേരത്ത് തന്നെ സുഹോ അവൻ്റെ കാലിൻ്റെ താഴത്തുണ്ടായിരുന്നവൻ്റെ തല ചവിട്ടി പൊട്ടിച്ചു കളഞ്ഞു. ഇത് കാണുന്ന എല്ലാവരും ഒന്ന് ഞെട്ടിത്തിരിച്ചുപോയി. ഈ സമയത്ത് തന്നെ 3 പേര് അവനെ അറ്റാക്ക് ചെയ്യാനായിട്ട് വരും. പെട്ടെന്ന് ആ കൂട്ടത്തിൽ ഒരുത്തൻ്റെ കയ്യിൽ നിന്ന് അവൻ്റെ കത്തി വലിച്ചൂരിയെടുത്ത് അവൻ്റെ കൈ ഇടിച്ച് ഓടിക്കുന്നുണ്ട്. അടുത്ത സെക്കൻഡ് തന്നെ ആ കത്തി കൊണ്ട് അവൻ്റെ ശരീരത്തിൽ കുറേയധികം മുറിവുകൾ ഉണ്ടാക്കും. പിന്നെ കാണുന്നത് അവൻ നേരെ താഴത്തേക്ക് വീണതാണ്. അവനും അങ്ങനെ മരിച്ചിട്ടുണ്ട്. ഇത് കാണുന്ന ഒരുത്തൻ പറയുന്നുണ്ട്, എനിക്ക് ഇപ്പോഴും അവൻ്റെ മൂവ്മെൻറ്റ്സ് ഒന്നും കാണാൻ സാധിക്കുന്നില്ല. ഈവന്തോ ഞാൻ സ്റ്റാക്ക് ഫ്രാഗ്മെൻറ്റ് കഴിച്ചിട്ട് പോലും ഒന്ന് പറയാൻ നിർത്ത് അവൻ്റെ ജോ ലൈൻ പൊട്ടിപ്പൊളിഞ്ഞിട്ടുണ്ട്. അടുത്ത സെക്കൻഡ് തന്നെ അവൻ സൈഡിലുണ്ടായ ഭിത്തിയിലേക്ക് തീർച്ച് ഇടിച്ച് വീഴുവാണ്. ഈ ടൈമിൽ പുറകിൽ നിന്ന് 2 പേര് സൂന അറ്റാക്ക് ചെയ്യാനായിട്ട് വരുമായിരുന്നു. എന്നാൽ ആ സമയത്താണ് അവൻ്റെ ഷാഡോൻ്റെ അതിൽ നിന്ന് എന്തോന്ന് മുകളിലേക്ക് പൊങ്ങി വരുന്നത്. അടുത്ത സെക്കൻഡ് തന്നെ കുറച്ചധികം വെപ്പൺസ് അവൻ്റെ ഷാഡോയിൽ നിന്ന് പൊങ്ങിയെന്ന് അവരെല്ലാവരെയും കുത്തി കൊന്നിട്ടുണ്ട്. ചുരുക്കാൻ പറഞ്ഞാൽ അവരെ എല്ലാവരെയും സുഹോ കൊന്നു കഴിഞ്ഞു. സോ അതാണ് നിനക്ക് വേണ്ടത്. അവസാനമായി നമ്മൾ കണ്ടിട്ട് കുറച്ച് സമയം മാത്രമേ കടന്നുപോയിട്ടുള്ളൂ. പക്ഷേ നീ ശരിക്കും മാറി ഇമ്പ്രസീവ് ആയിട്ടുണ്ട്. ഇതെന്തായാലും കൊള്ളാം. പക്ഷേ നീ അവരെ കൊല്ലുന്നതിന് മുമ്പ് നിനക്ക് അവരെ കീഴടക്കാൻ സാധിച്ചില്ലല്ലോ. അത് മാത്രമല്ല, അവരിങ്ങനെ കൊല്ലുന്നത് കൊണ്ട് നിനക്ക് കുഴപ്പമൊന്നുമില്ലേ? ഒന്നുമില്ലെങ്കിലും നീ ഒരു ഹണ്ടറല്ലേ? നിനക്കൊരു മനുഷ്യനെ മോൺസ്റ്ററിനെ തിരിച്ചറിയാൻ പറ്റുമല്ലോ. പക്ഷേ എനിക്കൊരു കാര്യം ഉറപ്പാണ്, നീ ഇപ്പോൾ ഒരു മനുഷ്യനെക്കാട്ടും കൂടുതൽ ഒരു മോൺസ്റ്ററായി മാറിയിരിക്കുന്നു. ബെറു, യെസ് യങ് മോണാർച്ച്, ഇവരെയൊക്കെ കഴിക്കാൻ നോക്ക്. എന്നിട്ട് അവരുടെ മെമ്മറീസിൽ നിന്ന് നിനക്ക് എന്താണ് കിട്ടുന്നതെന്ന് നോക്ക്. എനിക്കറിയണം ആരാണ് ഇതിൻ്റെ പിറകിലെന്ന്. യുവമാർ എന്തുകൊണ്ടാണ് രക്ഷപ്പെടാതെ ബാക്കിയുള്ളവരെ കൊല്ലാൻ നോക്കിയതെന്ന് എനിക്കറിയണം. യങ് മോണാർച്ച്, താങ്കൾ ഓക്കെ അല്ലേ? ഞാൻ ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല. അല്ല, ഞാനൊന്ന് ചോദിച്ചോട്ടെ?
എനിക്കറിയാം താങ്കൾക്ക് ബാക്കിയുള്ളവരെ സംരക്ഷിക്കണമെന്ന്, പക്ഷേ താങ്കളുടെ ഐഡന്റിറ്റി പോലും മറക്കാതെ സംരക്ഷിക്കണത് അതത്ര നല്ലതാണോ? ഞാനിവിടേക്ക് വന്നപ്പോഴും അത് തന്നെയാണ് ചിന്തിച്ചത്. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് കൂടുതൽ കാര്യം മനസ്സിലായത്. എനിക്ക് കൂടുതൽ ദേഷ്യം വരുന്നുണ്ട്. നമുക്കൊട്ടും തന്നെ സമയമില്ല. ഇറ്റാറംസ് എത്രയും പെട്ടെന്ന് ഇവിടേക്ക് വരും. അതിനു മുമ്പ് തന്നെ നമ്മളവരെ ഡിഫീറ്റ് ചെയ്യാനുള്ള പരിപാടി നീക്കണം. പക്ഷേ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ, ഈ അവേക്കൻ്റെ ഉള്ളിൽ തന്നെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അത് കുറച്ചുകൂടെ ഇമ്പോസിബിൾ ആവും. എനിക്കത് സമയത്ത് ചെയ്തു തീർക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഈ ഒരവസ്ഥയിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എനിക്കൊരിക്കലും എൻ്റെ അച്ഛനെ സഹായിക്കാൻ പറ്റത്തില്ല. അത് മാത്രമല്ല, അതുകൊണ്ട് തന്നെ ഞാൻ ഇനി ഒരിക്കലും ഹൈഡ് ചെയ്യുന്നതല്ല. ഞാനിനി എന്ത് പ്രശ്നമുണ്ടെങ്കിലും മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു. ബാക്കിയുള്ള മൊണാക്സിൻ്റെ ഡിസൻസിനെ കണ്ടുപിടിക്കണം. ഹണ്ടേഴ്സും വില്ലൻസും എല്ലാവരും കണ്ടുപിടിക്കണം. ഈവൻ മോൺസ്റ്റേഴ്സിനെ വരെ കൂടെ നിർത്തണം. എന്നിട്ട് ഈ ലോകത്തുള്ള എല്ലാവരെയും ഞാൻ ഗ്യാദർ ചെയ്യാൻ പോകുവാണ്, ഇറ്റാറംസുമായിട്ട് ഫൈറ്റ് ചെയ്യാനായിട്ട്. അത് ഞാൻ തീരുമാനിച്ചു. ആ മെത്തേഡാണ് ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത്. യങ് മൊണാക്സ്, അപ്പം താങ്കൾ പറഞ്ഞു വരുന്നത് ഈ ലോകത്തിനെ തന്നെ താങ്കളെ കീഴിലാക്കുമെന്നല്ലേ? അതെനിക്കിഷ്ടപ്പെട്ട്. ഐ മീൻ അലീസാക്കുമെന്നല്ലേ? അതെനിക്കിഷ്ടപ്പെട്ട്. പക്ഷേ അതിനാദ്യമായിട്ട് ഇവന്മാരെ പോലെയുള്ള നായകളെ നമ്മൾ ആദ്യം താഴത്തേക്ക് കൊണ്ടുവരാം. അതിനായിട്ട് ഈ സിറ്റിയിൽ ഒളിച്ചു കിടക്കുന്ന ആ മെയിൻ വില്ലനെ വേണം കിട്ടാൻ. അവനെ കിട്ടിയാൽ മാത്രമേ നമുക്ക് അതുകൊണ്ടൊരു ഉപകാരമുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാനിനി ഒരിക്കലും ഹെസിറ്റേറ്റ് ചെയ്യുന്നതല്ല. അത് കഴിയുമ്പോൾ നമ്മുടെ സുഹോ പറയുന്നുണ്ട്, എറൈസ്. പിന്നെ കാണിക്കുന്നത് ഒരു കാറാണ്. ആ കാർ ഇങ്ങനെ പോകുന്ന വഴിയാണ് പെട്ടെന്ന് ഒരു തീഗോളം വന്ന് ആ കാറിൽ വന്ന് വീണ് ആ കാർ പൊട്ടിത്തെറിച്ച് പോകുന്നത്. എന്നിട്ടെടുത്ത് പറയുന്നുണ്ട്, സത്യം പറഞ്ഞാൽ അവനൊരു ഭാഗ്യമില്ല. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇങ്ങോട്ട് ഓടിച്ചുകൊണ്ട് വരുന്ന വഴി മരിച്ചുപോയി. അതും ഈ സിറ്റിയിൽ ഈ ഒരു അവസ്ഥ അറിഞ്ഞിട്ട് പോലും അവനിങ്ങോട്ട് വന്നല്ലോ. മോളെ, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? കുഴപ്പമൊന്നുമില്ല. ഇവന്മാർക്കൊക്കെ എന്തിൻ്റെ ചൊറിച്ചിലാണല്ലോ. ഒന്ന് ആലോചിച്ച് നോക്കിയെന്ന് പറയാൻ നേരത്തെ തന്നെ എന്തോ ഒരു സാധനം അവന്മാരുടെ നേരെ തെറിച്ച് വന്നിട്ടുണ്ട്. അവന്മാരായിട്ട് ഞെട്ടിത്തെറിച്ച് പോവുകയും ചെയ്ത് ഒന്ന് തിരിഞ്ഞ് നോക്കിയപ്പോഴാണ് അതൊരു കാറിൻ്റെ ഡോറാണെന്ന് മനസ്സിലായത്. ഈ സമയത്ത് ആ കാറിൻ്റെ അന്ന് രണ്ടുപേര് പുറത്തേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട്. ഒരു ഫാമിലി ട്രിപ്പ് പോകാൻ പോയപ്പോഴാണ് ഇതുപോലെ സംഭവിച്ചത്. നമ്മൾ അടുത്തുണ്ടായിരുന്നത് എന്തുകൊണ്ട് നന്നായി. ആ പറയുന്നത് ബേഗ് മീഹോ ആയിരുന്നു. മീഹോ എന്ന് പറയുന്നത് വൈറ്റ് ടൈഗർ ഗിൽഡിന്റെ വൈസ് ഗിൽഡ് മാസ്റ്റർ ആയിരുന്നു. ശരിയാണ്, നമ്മൾ ഇനിയും താമസിച്ചു കഴിഞ്ഞാൽ അമ്മയുടെ നിന്ന് ഉറപ്പായിട്ടും ചീത്ത കിട്ടും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇവിടുത്തെ കാര്യം തീർത്ത് നമുക്ക് തിരിച്ചു പോകണം. ആൻഡ് അത് പറഞ്ഞത് മറ്റാരുമില്ലായിരുന്നു, നമ്മുടെ യൂൻഹോ ആയിരുന്നു. ആൻഡ് പുള്ളിക്കാരനായിരുന്നു നമ്മുടെ വൈറ്റ് ടൈഗർ ഗിൽഡിലെ ഗിൽഡ് മാസ്റ്റർ. ചുരുക്കം പറഞ്ഞാൽ പുള്ളിക്കാരൻ ഒരു എസ് റാങ്ക് അവേക്കണായിരുന്നു. അങ്ങനെ നമ്മുടെ ബേഗ് യൂൻഹോ നമ്മുടെ സോളോ ലെവലിംഗ് റാഗ്നറോക്കിലേക്ക് തിരിച്ചു വന്നുകൊണ്ടാണ് ഈ ഒരു ചാപ്റ്റർ ഇവിടെ അവസാനിക്കുന്നത്. ഗൈസ്, നെക്സ്റ്റ് ചാപ്റ്റർ ഒന്നെങ്കിൽ അടുത്ത വ്യാഴാഴ്ച അല്ലെങ്കിൽ അടുത്ത വെള്ളിയാഴ്ച ആയിരിക്കും റിലീസ് ആകാൻ പോകുന്നത്. സോ ആ ടൈമിൽ തന്നെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് വീഡിയോ ഇടുന്നതായിരിക്കും. സോ മിസ്സാക്കാതിരിക്കാൻ വേണ്ടി ഇപ്പം തന്നെ പേജ് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഒന്ന് റെക്കമെൻഡ് ചെയ്യാനും മറക്കണ്ട.